ഒരു സ്ത്രീയാണല്ലോ അവിടെ ധനകാര്യ വകുപ്പ് മന്ത്രി. എന്താ ഒരു 10 പൈസ ആശാവർക്കർമാർക്ക് നീക്കി വെക്കാഞ്ഞത്? തൊഴിലാളികളോട് ഈ ഗവൺമെന്റിനുള്ള പ്രതിബദ്ധതയാണ് ഞങ്ങൾ കാണുന്നത്. കേരളം തന്നെയാണ് മോനെ ഇത് തരുന്നത്. കേന്ദ്രം തരേണ്ട ഫണ്ട് കേരളത്തിലെ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ഫണ്ട് ഈ റോഡിൽ പോകുന്ന ആളുകൾ ആ സമരം എന്താണെന്ന് നോക്കാൻ വേണ്ടി എത്തി നോക്കും. അപ്പൊ നമുക്ക് അവരെ ഇവരിപ്പോ ആശാവർക്കറാക്കാൻ പറ്റും. നമുക്ക് അവകാശങ്ങൾ അംഗീകരിച്ച നിങ്ങൾ എവിടെയെങ്കിലും 7000-ന് മേലെ ഒരു ഓണറേറിയം വാങ്ങുന്ന ഒരു സംസ്ഥാനം ഇപ്പൊ എന്നോട് പറഞ്ഞാൽ എന്നെ മറുപടി പറയാം. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം, രാപ്പകൽ സമരം 18ാം ദിവസം പിന്നിടുകയാണ്. ഇതിന് പിന്നാലെയാണ് CITU സംഘടനയിൽപ്പെട്ട ആശാവർക്കർമാർ ഇപ്പോൾ ഈ AGS ഓഫീസിന് മുൻപിൽ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു ബദൽ സമരം എന്നുള്ള രീതിയിലാണ് ഈ CITU ആശാവർക്കർമാർ സമരം നടത്തുന്നത്. എന്തായാലും ഇവർ പറയുന്നത്, അതായത് ഈ 18 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം അത് ഒരു ന്യായമായ ഒരു സമരമല്ല എന്നാണ്, അത് കേന്ദ്രത്തിൽ പോയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ആശാവർക്കർമാർ പറയുന്നത്. എന്തായാലും നമുക്ക് ചോദിക്കാം. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം വർക്കർമാരാണ്. എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇതുവരെയും ആശാവർക്കർമാരെ സംബന്ധിച്ചോളം കേരളത്തിലൊരു ഓണറേറിയം നൽകാൻ അവർ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ആവശ്യങ്ങൾ പലതാണ്. ഞങ്ങളെ സ്ഥിരം ജീവനക്കാരായിട്ട് അംഗീകരിക്കണം. ഞങ്ങൾക്കൊരു മാസം ഒരു അലവൻസ് തരാൻ വേണ്ടി തയ്യാറാവണം. ഞങ്ങൾ ആരോഗ്യ മേഖലയിൽ വളരെ സുസ്ഥിരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ആശാവർക്കർമാർ. എന്നാൽ കേന്ദ്രത്തിൻ്റെ സ്കീമുകാരായ ഞങ്ങൾക്ക് ഇതുവരെയായും അത്തരം ഒരു സൗകര്യം ഒരുക്കി തരാൻ കേന്ദ്രത്തിൻ്റെ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഞങ്ങൾക്ക് 7000 രൂപ ഓണറേറിയം നൽകുന്നത്. ഇൻസെൻറ്റീവ് ഉൾപ്പെടെ ജനുവരിയിലെ ഓണററി ഉൾപ്പെടെ ഇന്നലെ രാത്രി ഈ സമരത്തിൽ തൊട്ടടുത്തിരിക്കുന്ന സമരത്തിലുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോട് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തണം? കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ, BJPയുടെ നേതാവായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഈ കേന്ദ്രം ഈ ഫണ്ട് നൽകിയിട്ടുണ്ട്. കേന്ദ്രം ഫണ്ട് നൽകിയിട്ടെന്ന് പറഞ്ഞാൽ പല വിധത്തിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടുകൾ നൽകുന്നുണ്ട്. ചിലപ്പോൾ ഒരു ക്ലോറിനേഷൻ്റെ ഫണ്ട് ആശമാരെ പേടിക്ക് നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധിക്കുകയാണ്. ഞങ്ങൾ ക്യാൻസർ പേഷ്യൻ്റായിട്ട് മാറുകയാണ്. ഞങ്ങൾക്ക് ക്ലോറിനേഷൻ ചെയ്യാൻ വേണ്ടി കഴിയില്ല. വാർഡ് ഹെൽത്ത് സാനിറ്റേഷന് ഒരു ഫണ്ട് ഗ്രാമപഞ്ചായത്തിൽ നീക്കി വെക്കുകയാണ്. അപ്പോൾ ആ രീതിയിലെ ഫണ്ടാണ് കൊടുക്കുന്നത്. 40:60 കേരളവും തമ്മിൽ വെക്കുന്നത്. എന്നാൽ ആ 40 കൊടുക്കാൻ ഇതുവരെയും കേന്ദ്ര ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. ഇത് ശോഭാ സുരേന്ദ്രൻ എന്താ അറിയാൻ പറ്റാനി? ശോഭാ സുരേന്ദ്രൻ നാട്ടിലും ആശാവർക്കറില്ലേ, സംഘടനയില്ലേ? അപ്പോൾ ഇവിടെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്ന സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇക്കഴിഞ്ഞ ദിവസം ഈ CITU നേതാക്കൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്ന ഈ ആശാവർക്കർമാരുടെ വീടുകൾ കയറി ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. ചാനലുകാർക്കും മാധ്യമപ്രവർത്തകർക്കും എന്തും പറയാലോ. ഒരിക്കലും ട്രേഡ് യൂണിയൻ അങ്ങനത്തെ CITU പ്രവർത്തകർ അത് ചെയ്യൂല. അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ഈ ഒരു ലെവലിലേക്ക് ഉയർന്നു വന്നത് ഈ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും ആ രീതിയിൽ CITUയുടെ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. എന്തും പടച്ചുവിടാലോ, ആർക്കും ഒന്നും പടച്ചുവിടാലോ. അതിൽ സത്യമായ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, നിങ്ങളത് തെളിയിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ രാത്രി 7000 രൂപ എൻ്റെ അക്കൗണ്ടിലെത്തി, അവരെ അക്കൗണ്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ എവിടെയാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് സമരം നടത്തിയ കാര്യം? അത് നിങ്ങൾ അന്വേഷിച്ചോ. ഓണറേറിയം ഉൾപ്പെടെ വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കുണ്ട്. അതാരാ തരേണ്ടത്? കേന്ദ്രമല്ലേ തരേണ്ടത്. അവിടെ പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ എത്രയാണെന്ന് നിങ്ങളെന്താ അന്വേഷിക്കാത്തത്? പക്ഷേ നമ്മൾ വോട്ട് ചെയ്ത് ഈ മന്ത്രിമാരെ അധികാരത്തിൽ കയറ്റിയിരിക്കുന്നത് അവർ ഫണ്ട് മേടിച്ച് തരാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ നമ്മൾ ഈ ജനങ്ങളെല്ലാവരും കൂടെ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ അതിന് ഉത്തരവാദിത്തം? കാരണം നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. കേരളം തന്നെയാണ് മോനെ ഇത് തരുന്നത്. കേന്ദ്രം തരേണ്ട ഫണ്ട് കേരളത്തിലെ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ഫണ്ട് തരുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. നേടിത്തരേണ്ടത് നമ്മുടെ സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം മറ്റ് സംസ്ഥാനം, അതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും 7000-ന് മേലെ ഒരു ഓണറേറിയം വാങ്ങുന്ന ഒരു സംസ്ഥാനം ഇപ്പൊ എന്നോട് പറഞ്ഞാൽ എന്നെ മറുപടി പറയാം. അപ്പോൾ ഈ സമരം നടത്തേണ്ടത് സെക്രട്ടേറിയറ്റിന് മുൻപിലല്ലേ? അല്ല, കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുന്നിലാണ് സമരം നടത്തുന്നത്. അതെങ്ങനെയാണ്? ആ സമരമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ സ്ഥിരം തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക. ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല. പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ വെറും കൈയോടെ പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ തരണം. ഒരു പെൻഷൻ സംവിധാനം ഒരുക്കണം. ഞങ്ങളെ സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം. അവിടെ കേരളം ഞങ്ങളോടൊപ്പം ഉണ്ട്, അതിലില്ലാന്ന് നമ്മൾ പറയുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കേന്ദ്രത്തിൻ്റെ സ്കീം വർക്കർമാരെ ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് കണ്ണു തുറക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞല്ലോ കേന്ദ്രത്തിൽ. ഒരു സ്ത്രീയാണല്ലോ അവിടെ ധനകാര്യ വകുപ്പ് മന്ത്രി.
എന്താ ഒരു 10 പൈസ ആശാവർക്കർമാർക്ക് നീക്കി വെക്കാഞ്ഞത്? കോവിഡ് പോലെയുള്ള മഹാമാരി വന്നപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ആശാവാരെക്കുറിച്ച് പറന്ന് അവർ നടക്കട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ അംഗീകരിച്ചു. ഇവിടെ എന്താ പറയാൻ പറ്റാത്തത്? എന്താ പൈസ കൊടുക്കാത്ത? ഒരു 10 രൂപ നിർമ്മല സീതാരാമന് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഒരു 500 രൂപ ഇപ്പോൾ ഇവിടെ സുജാതിച്ച് പറയുമ്പോൾ തന്നെ പിന്നെ ഒരു 10 പൈസ ആശാവർക്കർമാർക്ക് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി പറ്റുമോ? ഇന്ന് രാവിലെ ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുൻപിലിരിക്കുന്ന ആശാവർക്കർമാരുമായി സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഈ CITU യൂണിയനിൽപ്പെടുന്ന ആശാവർക്കർമാർ ഇപ്പോൾ ഇന്ന് രാവിലെ സമരത്തിന് വരുന്നു, പക്ഷേ ഇതിൽ ഭൂരിപക്ഷം പേരും ആശാവർക്കർമാരല്ല എന്ന്. ഇവിടെ CITU യൂണിയൻ എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ സംഘടന. ആ സംഘടന ഒരു സ്കീം വർക്കർമാരെ സമരം ഏറ്റെടുത്താൽ ഞങ്ങൾ ശക്തമായിട്ടത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ചില ജില്ലകളിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ഇപ്പോൾ 1500 മെമ്പർഷിപ്പ് CITUവിലുള്ളവർ 1450 ആളും പങ്കെടുത്ത സമരമായിട്ട് ഇന്നലെ ജില്ലകളിൽ 27-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുന്നിൽ സമരം മാറിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എണ്ണി നോക്ക്, ഒരു ആശാവർക്കർ അല്ലാത്തവരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ചിലപ്പോൾ ഒരു സമരം നടക്കുമ്പോൾ ഈ റോഡിൽ പോകുന്ന ആളുകൾ ആ സമരം എന്താണെന്ന് നോക്കാൻ വേണ്ടി എത്തി നോക്കും. അപ്പോൾ നമുക്ക് ഇവരിപ്പോൾ ആശാവർക്കറാക്കാൻ പറ്റുമോ? നമുക്ക് അവരത് കാണാൻ വന്ന ആളുകളാണ്. അവരിപ്പോൾ നമുക്കൊന്നും പറയാം. ഞങ്ങൾ ആശാവർക്കർമാരുണ്ട് കേരളത്തിൽ 26,000-ഓളം ആശാവർക്കർമാർ ട്രേഡ് CITU എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആരും പുറത്തുനിന്ന് കൂടേണ്ട ആവശ്യമില്ല. അത് ഇന്ന് കോൺഗ്രസ് നേതൃത്വം വയ്ക്കുന്ന യൂണിയൻ കൂട്ടിയാൽ മതി. കുഞ്ഞിനെ എടുത്തിട്ടും പോകുന്നവരെ വിളിച്ചിട്ടും മറ്റ് സംഘടനയുടെ അവരെ കൊണ്ടുവന്നിട്ടും അവർ നടത്തിയാൽ മതി. അത് ഞങ്ങൾ ഇന്നലെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അപ്പോൾ അവർ നടത്തട്ടെ, ഞങ്ങൾ അവരെ കൂടെ പോവാം, ഒറ്റക്കെട്ടായി സമരം ചെയ്യാം. ദേശീയ തലത്തിൽ വരട്ടെ, അവർ അത്ര ചങ്കൂറ്റുള്ളവരാണ്, ഞങ്ങളോടൊപ്പം വരട്ടെ, ഞങ്ങൾ വരാലോ. CITU എന്തായാലും ഈ ഒരു സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നത്. മുന്നോട്ട് തന്നെ പോകുന്നത്. പിന്നെ ഞാൻ ആശാവർക്കറാണ്. ആശാവർക്കറുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നതാണ്. ഞാൻ കണ്ണൂർ ജില്ലയാണ്. എന്താ VV പ്രീത. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമല്ലേ NHM? ഈ NHMന്റെ ഭാഗമായിട്ട് വന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വളണ്ടിയർമാരെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? ആ കേന്ദ്ര ഗവൺമെന്റിന് മുൻപിലേക്ക് നടത്തേണ്ട സമരം ഒരു കൂട്ടം ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരായി സ്റ്റേറ്റ് ഗവൺമെന്റിനെ എന്നും ക്രൂശിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഒരു സമരം നടക്കുക, ഇത് അംഗീകരിക്കാൻ കഴിയില്ല. CITU യൂണിയനിൽപ്പെട്ട ആശാവർക്കർമാർ പറയുന്നത് കേന്ദ്രത്തിൽ പോയി തന്നെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞിരുന്നു, ഈ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാനാണെങ്കിൽ ഞാനും നിങ്ങളെ കൂടെ വരാം എന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് പറഞ്ഞിരുന്നു. ഇതേ രീതി തന്നെയാണ് CITU യൂണിയനിൽപ്പെട്ട ആശാവർക്കർമാരും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യൂണിയനിൽപ്പെട്ട ആശാവർക്കർമാർ പറയുന്നത് ഞങ്ങളും സമരവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.